ഹലോ എല്ലാവർക്കും ACRT സമഗ്രയിലേക്ക് സ്വാഗതം. PYQ സെക്ഷനിലെ ഇന്ന് 57/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടങ്ങളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. ഇതിൽ ഏതൊക്കെയാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ? ഫസ്റ്റ് 3 ഓപ്ഷൻ കറക്റ്റ് ആണ്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഇത് 3 ശ്രീ ചട്ടമ്പി സ്വാമിയുടെ ഗ്രന്ഥങ്ങളാണ്. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഇത് 3 ചട്ടമ്പി സ്വാമിയുടെ ഗ്രന്ഥങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുക്കുക. കൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. ഇതിലേതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് കൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ. കൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഈ 3 പേരാണ് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഓക്കെ ആണോ? 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരാണ് കൊടവര കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. 3 പേര് ഓക്കെ ആണോ? കൊടവര കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠന്, പള്ളിക്കൽ അബൂബക്കർ. ഈ 3 പേരെയാണ് തൂക്കിക്കൊന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുക്കുക. ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുക്കുക. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഈ 3ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ. ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക യുഎന്റെ ലക്ഷ്യമല്ല. അപ്പൊ ഏതൊക്കെയാണ്? ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ജനതയുടെ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തെരഞ്ഞെടുത്തെഴുതുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തെരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ആണ് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഡേറ്റ് എന്താണ്? 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. പുതിയ പാമ്പൻ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണ്? 2.5 മീറ്റർ, 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. 2.08 കിലോമീറ്റർ നീളവും 2.5 മീറ്റർ ഉയരവുമുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളാണ്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരമുള്ളത്? 2.5 മീറ്റർ, 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ഓക്കെ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ് അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. കോസി നദിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഏതൊക്കെയാണ്?
യമുന ഗംഗയുടെ പ്രധാന കൈവഴിയാണ്. അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സിന്ധു നദി നംച ബർവയെ കീറിമുറിച്ച് ആഴമേറിയ താഴ്വരയിലൂടെ ഒഴുകുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ആൻസർ അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം. ഗൾഫ് സ്ട്രീം എന്ന സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളതാണ് സൈക്ലോൺ. കറക്റ്റ് ആൻസർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, ഹരിക്കെയിൻ. അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രത്തിൽ ഹരിക്കെയിൻ. ചൈന കടല്, പസഫിക് സമുദ്രം, ടൈഫൂൺ. കേട്ടോ, ഈ കറക്റ്റ് ജോഡികൾ മൂന്നും കറക്റ്റ് ജോഡികളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുന്നതാണ് സൈക്ലോണ്. അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രത്തിൽ ഹരിക്കെയിൻ. ചൈന കടലിലാണ്. ചൈന കടലിലെ പസഫിക് സമുദ്രത്തിലും ടൈഫൂൺ. പസഫിക് സമുദ്രം, ചൈന കടൽ, ഇതാണ് ടൈഫൂൺ. ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര മേഖലയിൽ നൽകിയിരിക്കുന്ന മേഖലകളിലെ പേരുകളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിൽ സൈക്ലോണ്, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രത്തിലാണെങ്കിൽ ഹരിക്കെയിൻ, ചൈന കടലിലെ പസഫിക് സമുദ്രത്തിലാണെങ്കിൽ ടൈഫൂൺ. കേട്ടോ, ടൈഫൂൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏത് സംസ്ഥാനം? റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് കേരളമാണ്. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടുംചോല നാഷണൽ പാർക്ക്. കേട്ടോ, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടുംചോല നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ധരാതലീയ ഭൂപടത്തിൽ അടുത്തടുത്തായിട്ട് വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായിട്ട് വരക്കുന്ന കോണ്ടൂർ രേഖകൾ അത് കുത്തനെയുള്ള ചെരിവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തടുത്തായിട്ട് വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് കുത്തനെയുള്ള ചെരിവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ കൈവരിക്കുന്ന സ്ഥിരത കൈവരിക്കുന്ന ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് ധനനയം എന്നാണ്. നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്ന ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് ധനനയം എന്നാണ് അറിയപ്പെടുന്നത്. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്? ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുള്ളത്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. കേട്ടോ, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത് ബാങ്കാ? ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ആണെങ്കിൽ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. കേട്ടോ, കാർഷിക ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത് ബാങ്കാണ്? അത് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ്? നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് ഒഡീഷ. കേട്ടോ, ഏതാണ്? ഒഡീഷയാണ്. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് ഒഡീഷയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 ആണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് 5 ഇയർ പ്ലാനിലാണ്? തേർഡ് 5 ഇയർ പ്ലാനിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 ടു 1977 കാലയളവിലാണ്.
ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1966 ടു 69 കാലയളവ് റോളിംഗ് പ്ലാന്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിലെ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 2025-2026 കേന്ദ്ര ബജറ്റിലെ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിലെ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? അത് 100 കാർഷിക ജില്ലകൾ കേട്ടോ. 2025-26 കേന്ദ്ര ബജറ്റിലെ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിലെ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റാണ് സച്ചിദാനന്ദ സിൻഹ കേട്ടോ. സച്ചിദാനന്ദ സിൻഹ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റാണ് സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്തിരിക്കുന്ന രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓക്കെ, ഓപ്ഷൻ നോക്കാം. നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാ? നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണ പ്രക്രിയ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ് നിയമനിർമ്മാണ പ്രക്രിയ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നുള്ളത് ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നുള്ളത് അമേരിക്കയിൽ നിന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്നത് കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയമാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ നിയമനിർമ്മാണ പ്രക്രിയ ആണെങ്കിൽ നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ആണെങ്കിൽ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം ആണെങ്കിൽ കാനഡ, നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ള രാജ്യമാണ് അയർലൻഡിൽ നിന്നാണ്. താഴെ പറയുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികളാണ്. 42ാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന ആശയം ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് 86ാം ഭേദഗതി പ്രകാരമാണ്. നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് 86ാം ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി പ്രകാരമാണ്. പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി ഏത് ഭേദഗതിയാ? പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിയാണ് 73ാമത് അമെൻമെന്റ് കേട്ടോ. 73ാമത് ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. ഏതാണ്? 73ാം ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ് ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി എത്രാമത്തതാ? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 52ാമത് ഭേദഗതി കേട്ടോ. 52ാമത് ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. അപ്പൊ ഏതൊക്കെ പഠിച്ചത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി പ്രകാരമാണ്. നിർബന്ധിത സൗജന്യമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് 86ാം ഭേദഗതി പ്രകാരമാണ്. പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി 73ാം ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ് 73ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമമാണെങ്കിലും കൂറുമാറ്റ നിരോധന നിയമം വന്നത് 52ാമത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ഓപ്ഷൻ വായിക്കാം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത.
യൂണിഫോം സിവിൽ കോഡ്. പിന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അയിത്താചാര നിർമ്മാർജ്ജനം. അയിത്താചാര നിർമ്മാർജ്ജനം. ഇതിലേതാ വരുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് അയിത്താചാര നിർമ്മാർജ്ജനമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. ബാക്കി മൂന്നും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമസംഹിത, അതായത് യൂണിഫോം സിവിൽ കോഡ്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഇത് മൂന്നും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഉൾപ്പെടാത്തതാണ് അയിത്താചാര നിർമ്മാർജ്ജനം, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, ബാക്കി നെക്സ്റ്റ് സെക്ഷൻ ആയിട്ട് ചെയ്യാം. താങ്ക് യു.